എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഓർമ്മകളുള്ള ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാക്കിയൊരു ഓഡിറ്റോറിയമാണിത്. ഈ പോഡിയം എനിക്ക് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുവേദിയിലൊക്കെ സംസാരിക്കാൻ ഇത്രയും ആൾക്കാരെ ഏകദേശം എനിക്ക് 4000-5000 കുട്ടികൾ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പേപ്പർ വെച്ചാണ് നമ്മൾ പ്രസംഗിച്ച് തുടങ്ങുക. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ജീവിതത്തിലെ ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് പോവാണ്. റോട്ടറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. പിന്നെ FI ഇവൻസ് എന്ന് പറയുന്നൊരു കമ്പനി തുടങ്ങാനുള്ള കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തിയതാണ്. അപ്പോൾ ഈ പോഡിയത്തിലൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക മീശയും താടിയൊന്നും ഇല്ലാത്ത കാലത്തിലേക്ക് തിരിച്ചു പോവാണ്. FI ഇവൻസ് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങണം എന്ന് ചിന്തിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഏകദേശം 4-5 പ്രാവശ്യം ഇവിടെ ചിങ്ങമാസം എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടത്തി. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ഇവന്റ് തുടങ്ങുന്നത്. ഈ സ്റ്റേജിൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സംഘാടകനായിട്ട് പ്രോഗ്രാമുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തൊക്കെ ഉള്ള ഒരുപാട് ബിസിനസ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, സാഹിത്യം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഈ പ്രോഗ്രാമുകളിലൂടെ ഇവിടെ കൊണ്ടുവരാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പഠനകാലം എല്ലാം കോഴിക്കോട് തന്നെയാണ് ഞാൻ പഠിച്ചത്. സ്കൂള് ഞങ്ങളുടെ നാട്, ഞാൻ ജനിച്ച സ്ഥലം മലാപ്പറമ്പാണ്. മലാപ്പറമ്പ് തന്നെയുള്ള ക്രിസ്തുരാജ സ്കൂളിലായിരുന്നു. പിന്നെ അതിനുശേഷം ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂള്. ആ സമയങ്ങളിൽ കായിക രംഗങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. നാടകങ്ങൾ, ഫുട്ബോള്, കഥ, കവിതാ രചനകൾ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടങ്ങളായിരുന്നു. ആ ഇഷ്ടങ്ങളുടെ കൂടെയൊക്കെ തന്നെ ഒരുപാട് സഞ്ചരിച്ചത് കാരണം 10ാം ക്ലാസ് നന്നായിട്ട് മാർക്ക് കുറഞ്ഞു. അതിനുശേഷം +2 നമ്മുടെ ബേപ്പൂരാണ് ഞാൻ പഠിച്ചത്. ബേപ്പൂർ ഗവൺമെൻറ് സ്കൂളിൽ +2ന് ശേഷം പിന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഗ്രാജുവേറ്റായി. ഈ പഠനത്തോടൊപ്പം തന്നെ ഞാൻ പല സൈഡ് ബിസിനസ്സുകളൊക്കെ ചെയ്യായിരുന്നു. അതിനുശേഷം ഗ്രാജുവേഷന് ശേഷം ഞാൻ ഹിന്ദുസ്ഥാൻ ലിവറിൽ ജോയിൻ ചെയ്ത് മെർച്ചൻഡൈസർ എന്നുള്ള പോസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിനുശേഷം പിന്നെ ICICI ബാങ്കിലുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഫ്യൂച്ചർ ഗ്രൂപ്പ്, നമ്മുടെ ബിഗ് ബസാർ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ സെക്ഷനിൽ സെയിൽസ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. ആ ഫ്യൂച്ചറിൽ ഉള്ള സമയത്താണ് ഞാൻ റോട്രാക്റ്റിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ റോട്രാക്റ്റിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്കൊരു എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഫ്യൂച്ചർ ഇന്നോവേഷൻ എന്നുള്ള പേരിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇവന്റ് മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. 2011 നമ്മൾ ഇവൻറ്റ്സിലേക്ക് വരുന്നത്. ആ സമയങ്ങളിൽ തന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത. ആ സമയങ്ങളിൽ ഞങ്ങൾ ഗിന്നസ് റെക്കോർഡ് ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ പൂക്കളം, അതിന് ഗിന്നസ് റെക്കോർഡ്, ലിംക റെക്കോർഡൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം എൻ്റെ സ്വന്തം പേരിൽ തന്നെ വേൾഡ് റെക്കോർഡ്, ഏഷ്യ റെക്കോർഡ്, ഇന്ത്യ റെക്കോർഡ്, അങ്ങനെ റെക്കോർഡുകളുണ്ട്. ഒരുപാട് പേർക്ക് ഞാനതിൽ കൺസൾട്ട് ചെയ്യാറുണ്ട്. റെക്കോർഡുകൾ എങ്ങനെ നേടാമെന്നുള്ളതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. പിന്നെ FI ഇവൻസ് ഇപ്പം 15 വർഷം പൂർത്തിയാവാണ്. അതും ഈ സമയത്ത് ഏറെ അഭിമാനമുള്ളൊരു നേട്ടമാണ്. റോട്രാക്ട് ജേണി ഏകദേശം 11 വർഷത്തോളം, 2016 റോട്ടറിയിൽ ജോയിൻ ചെയ്യുന്നവരെ ഞാൻ റോട്രാക്റ്റിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ്, അങ്ങനെ പല പദവികളിലുണ്ടായിരുന്നു. ഏറ്റവും നല്ല പ്രസിഡന്റിനുള്ള റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാൻ റോട്രാക്റ്റിൻ്റെ സോണൽ റോട്രാക്ട് റെപ്രസെൻറ്റേറ്റീവ് ZRR ആയിരുന്നു. അങ്ങനെ റോട്രാക്റ്റിലുള്ള നിറമുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം നമ്മളെ ആ ഒരു എന്താ പറയുക 18-20 വയസ്സ് പ്രായത്തിലുള്ള ഓർമ്മകൾ നമുക്ക് എന്നും നിലനിൽക്കുന്നതല്ല. പക്ഷേ റോട്രാക്റ്റിൽ വളരെ രസകരമായിരുന്നു. ഒരുപാട് സൗഹൃദ ബന്ധങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നല്ല നിറമുള്ള ആ ഓർമ്മകളൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. 2015 മുതൽ റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ ഭാഗമാണ് ഞാൻ. റോട്ടറി സൈബർ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2 വർഷത്തോളം റോട്ടേറിയൻ ആഷിക്കിൻ്റെ ഇയറിൽ ട്രഷററായിരുന്നു. അതേപോലെ
റൊട്ടേറിയൻ മസൂദിൻ്റെ ഇയറിൽ ട്രഷററായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളം ഈ അടുത്ത് നേരിട്ട പ്രളയ സമയത്തൊക്കെ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റി വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഇതാണ് എൻ്റെ വീട്. ഇവിടെ അച്ഛൻ, അമ്മ, ഞാൻ, വൈഫ്, മോന് താമസിക്കുന്നത്. അച്ഛനമ്മയ്ക്ക് താഴെ. മോനതാ അദ്രി സിൽവർ വിസിലാണ് പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. ഹായ് പറഞ്ഞേ. അദ്രി എന്നെ പോലെ തന്നെ എന്താ പറയുക, എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന ഒരാളാണ് അല്ലേ. പിന്നെ ഈ വീടിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ചെയ്തതാണ്. പകലൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും വെളിച്ചം വരുന്ന രീതിയിലുള്ളൊരു കോൺസെപ്റ്റ്. അത് ഞാൻ തന്നെ പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ചൊരു വീടാണ്. പിന്നെ ഇവിടെയാണ് എൻ്റെ പല ചർച്ചകളും, അല്ലെങ്കിൽ ഇവൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോട്ടറി ആയിക്കോട്ടെ, അങ്ങനെ എന്ത് സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നാണ് തുടങ്ങാറ്. പിന്നെ വീടിൻ്റെ ഫാമിലീൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണല്ലോ അതിലൊക്കെ നമുക്ക് വരാൻ പറ്റുക എന്നുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതൊക്കെയാണ് എൻ്റെ സപ്പോർട്ട് അല്ലേ. രാത്രികളിലൊന്നും അച്ഛനെ കണ്ടില്ലെങ്കിൽ 11 മണിക്ക് കഴിഞ്ഞാൽ വിളിച്ചു നോക്കും. കോഴിക്കോട് ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഒരുമിച്ചുണ്ടാവും. പിന്നെ അച്ഛനമ്മ, പിന്നെ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഇവിടെ അടുത്ത് തന്നെ സെറ്റിൽഡാണ്. പിന്നെ വൈഫ് ബെഡ് റെസ്റ്റിലാണ്, അതാണ് കാണാത്തത്. പിന്നെ വൈഫ് കോംട്രസ്റ്റിൽ മെഡിക്കൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ വൈഫിൻ്റെ വീട് വയനാടാണ്. അവിടെ അച്ഛനമ്മ, സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ കാനഡ സെറ്റിൽഡാണ്. ഇതാണ് എൻ്റെ ചെറിയ കുടുംബം. ഞാൻ പൂർണ്ണമാവണമെങ്കിൽ ഇവിടെ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കാരണം എൻ്റെ തറവാട് ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കൈ പിടിച്ച് ചെറുപ്പത്തിൽ വരുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഇവൻറ്റുകളിലൊന്ന് ഈ ഉത്സവമാണ്. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഉത്സവമാണ്. എനിക്ക് തോന്നുന്നു വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ട ഏറ്റവും വലിയ ഇവൻറ്റ് ഈ അമ്പലമായിരിക്കും. ഈ അമ്പലത്തിലെ ഉത്സവമായിരിക്കും. ഇവിടെ വലിയ ഏത് ഇവൻറ്റ് ചെയ്യുകയാണെങ്കിലും ഞാനിവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം, ഇവിടെ കാണണം. അതാണ് ഞാൻ ഇവിടെ എത്താനുള്ള കാരണം. ജീവിതത്തിൽ നമുക്കൊരുപാട് വിജയങ്ങളുണ്ടായി. നമ്മൾ ആഗ്രഹിച്ചതിലും അപ്പുറത്ത് നമ്മൾ എത്തി. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും വിജയം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലി, എൻ്റെ ടീം, ഇവരെല്ലാം കൊണ്ട് തന്നെ ഞാൻ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. They have an experience of more than 20 years in the event management industry. Mega events coordinate ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഫ്യൂച്ചർ ഇന്നോവേഷൻ FI ഇവൻസിന്. അവർ വെറും ഒരു റീജിയണൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയല്ല. They have conducted 1000+ events all across India. അത് മാത്രമല്ല, വേൾഡ് റെക്കോർഡ്സ്, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും, വേൾഡ് റെക്കോർഡ് യൂണിയൻ ആണെങ്കിലും, അങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് തകർത്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് FI ഇവന്റ്സ് എന്ന് പറയുന്നത്. അതിന് നല്ലൊരു കൈയടി കൊടുക്കണ്ടേ? Welcome the president, the person who is going to lead Rotary Club of Calicut Cyber City for the year 26-27, Rotarian Ranjit MP.